പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 21-ാം വാക്യം. ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്കു തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. പ്രിയ മക്കളെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കിതിന്റെ മുഖ്യ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നിത്യതയ്ക്ക് വേണ്ടി ചിന്തിക്കാതെ ഭൗതികത്തിന് വേണ്ടി ആശ്രയിച്ചു നിൽക്കുന്നതിന്റെ സ്ഥിതിയാണ് പറഞ്ഞിരിക്കുന്നത്. മൂഢാ, ഈ രാത്രികൾ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രിയ മക്കളെ, നാം നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു വർഷക്കാലം കർത്താവ് നമ്മെ കാത്തു പരിപാലിച്ചു. കർത്താവിന് വേണ്ടി, അതായത് ദൈവിക വിഷയവുമായിട്ട് സമ്പന്നരാകുവാൻ നാം എന്താണ് ചെയ്തത്? നമുക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ചിന്ത സ്വാർത്ഥ മനോഭാവമാണെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ദൈവിക മുന്നറിയിപ്പുകൾക്കൊന്ന് ചെവി കൊടുക്കുക. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ വിഷയവുമായി, പുതിയ ചിന്തയുമായി, പുതിയ ആഗ്രഹവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിലൂടെ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരികയും നമ്മുടെ അധ്വാനത്തിൽ കൂടി ദൈവീയ കാര്യങ്ങളിലും നാം സമ്പന്നരാകുകയും ചെയ്യും. ഹല്ലേലൂയ. നോക്കൂ, പലപ്പോഴും ദൈവീയ കാര്യങ്ങൾ മാറ്റിവെച്ച് ഭൗതിക വിഷയത്തിന് വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വിഷയത്തിന് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ സന്നിധി കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ അല്പദിനങ്ങൾ, അല്പസമയങ്ങൾ അതിനുവേണ്ടി വേറിട്ട് മാറ്റിവെക്കുമ്പോൾ അവിടെ ദൈവിക സാന്നിധ്യം, ഹല്ലേലൂയ, നമ്മൾ ഈ വർഷം അനുഭവിച്ചതിലുപരിയായിട്ട് അടുത്ത നാളുകളിൽ ഹല്ലേലൂയ നമ്മൾക്ക് ആത്മീയമായാലും ഭൗതികമായാലും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടായാലും സന്തോഷം അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, ഭൗതിക കാര്യങ്ങൾ ആത്മീയ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്തരുതെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും പല തന്ത്രങ്ങളിൽ കൂടി നമ്മെ ആത്മീയത്തിൽ നിന്ന് മാറ്റി നിർത്തും പലതും നമ്മിൽ ആ സമയത്ത് കടന്നു വരാം. ഹല്ലേലൂയ. നോക്കൂ, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. ഇത് ദുഷ്കാലമാണ്. നാം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. മുന്നോട്ടുള്ള ദിനങ്ങളൊക്കെ ഹല്ലേലൂയ ദൈവിക വചനങ്ങൾ, സുവിശേഷീകരണം എത്രമാത്രം നമുക്ക് സ്വാതന്ത്ര്യത്തോട് ചെയ്യാൻ കഴിയുമെന്നും അറിയത്തില്ല. ഹല്ലേലൂയ. കിട്ടുന്ന സമയങ്ങൾ നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ച് നമുക്കായിത്തീരാം. ഹല്ലേലൂയ. നാം ഉറക്കത്തിൽ നിന്ന് ഒന്ന് ഉണരുന്നവരായിരിക്കണം. സദൃശവാക്യം 6:6 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, മടിയ, ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. മടിയ, നീ എത്ര നേരം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്ക. ഹല്ലേലൂയ. നോക്കൂ, നാം ഉറുമ്പിനെ നോക്കി ഒന്ന് പഠിക്കണം. ആകുമ്പോൾ നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ളപ്പോൾ നാം ദൈവനാമത്തിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുന്നതായി തീരണം. ഹല്ലേലൂയ. നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിക്കണം. പ്രിയ മക്കളെ, അലസതയും മടിയും ശാരീരിക ക്ഷീണത്തിൽ അധികമായി ഹല്ലേലൂയ അതൊക്കെയാണ് പറഞ്ഞിരിക്കാതെ ആത്മീയ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാണ്. ഹല്ലേലൂയ. ഈ ശാരീരിക ക്ഷീണമൊക്കെ എന്താ? നമ്മുടെ ആത്മീയത്തിൽ നിന്ന് നമ്മളെ അങ്ങ് ക്ഷീണിപ്പിക്കുക. അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാ ഈ ക്ഷീണമൊക്കെ നമ്മളിലേക്ക് അങ്ങ് കടന്നു വരുന്നത്. അതുകൊണ്ട് ആയുസ്സും ആരോഗ്യവും ഉള്ളപ്പോൾ നാം കർത്താവിന്റെ സന്നിധി ഇരിക്കുന്നവരായി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നവരായി തീരാം. പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തോടെ നമുക്കായി തീരാം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറയാണ് 2 പത്രോസ് 1:10, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി പ്രവർത്തിക്കുവാനാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക്
വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയെങ്കിൽ ലോത്ത് അബ്രഹാമിനെ നോക്കിയാ ഇറങ്ങിയത്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ നോക്കിയല്ല ഇറങ്ങേണ്ടത്. നമ്മെ വിളിച്ചവന്റെ ഹല്ലേലൂയ ആ ഗുണം മനസ്സിലാക്കി, എന്നെയാണ് അപ്പൻ വിളിച്ചത്, ഞാൻ മറ്റുള്ളവരെ നോക്കിയല്ല. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ടെന്നുള്ള ആ ഉത്തരവാദിത്വത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ലോത്ത് ചുറ്റുപാടുകളെ നോക്കി, അബ്രഹാം എന്താണ്? ദൈവത്തെയാ നോക്കി. ഹല്ലേലൂയ. മുകളിലേക്ക് നോക്കിയ അബ്രഹാമിന് ദൈവമെല്ലാം തൻ്റെ ഇഷ്ടപ്രകാരം നൽകി കൊടുത്തു. പ്രിയ മക്കളെ, നമുക്കും ചുറ്റുപാടുകളെ നോക്കിയാല്, ഹല്ലേലൂയ, മനുഷ്യരെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയില്ല. ഹല്ലേലൂയ. നോക്കൂ, ലോത്ത് തൻ്റെ ചുറ്റുപാടുകളെയൊക്കെ നോക്കി ഹല്ലേലൂയ തെരഞ്ഞെടുത്തത് മൂലം തൻ്റെ തലമുറകൾ പോലും വഴിവിട്ടുപോയി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ തലമുറകളെല്ലാം നിലനിൽക്കണമെങ്കിൽ, ദൈവ ആശ്രയത്തിൽ നിൽക്കണമെങ്കിൽ നാം ദൈവമുഖത്തേക്ക് തന്നെ നോക്കണം. ഹല്ലേലൂയ. ദൈവത്തെ മറന്ന് വിശാലത നോക്കിയാൽ തൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. പിന്നീട് ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ കിട്ടുന്ന സമയം ദൈവമുഖത്തേക്ക് നോക്കി തന്നെ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഉൽപ്പത്തി 13:14 പറയാ, ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഹല്ലേലൂയ. നോക്കൂ പ്രിയരെ, ഇതാണ് ദൈവിക വാഗ്ദത്തം എന്ന് പറയുന്നത്. ദൈവമുഖത്തേക്ക് നോക്കി ഇറങ്ങിയ ഒരു വ്യക്തിയെയും ദൈവം കൈവിടുകയില്ല. അതായത് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവത്തെ നാം വിളിക്കുന്നത്. ഹല്ലേലൂയ. നാം പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, സങ്കീർത്തനം 23:6 പറയുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നോക്കൂ, എന്നെ പിന്തുടരുമെന്ന. ഹല്ലേലൂയ. നാം പിന്തുടർന്ന് പോകേണ്ട ആവശ്യമില്ല, നമ്മെ പിന്തുടരും. ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും. നോക്കൂ, വിശ്വസ്തയോടെ നിൽക്കുന്ന വ്യക്തികളെ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും പിന്തുടരും. പ്രിയ മക്കളെ, നമുക്ക് ഹല്ലേലൂയ ഉറപ്പാണ്. ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് നോക്കിയ ആരും ലജ്ജിതരായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നാം ദൈവത്തിൽ അധികമായി വിശ്വസിക്കുകയും നമ്മുടെ കുടുംബം, ഹല്ലേലൂയ, സാമ്പത്തിക വിഷയമാണോ, തലമുറയുടെ വിഷയമാണോ, എന്തോ ആവട്ടെ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദേശം മുഴുവൻ വേണമെന്നുള്ള ഭൗതിക ആവശ്യത്തോട് നടക്കുന്ന വ്യക്തിയെ പറഞ്ഞ്, മൂടാ, നീ ഒരുക്കി വെച്ചത് ആർക്കാണ്? ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിന്റെ പ്രാണനെ ചോദിക്കുകയാണ്, ഈ ഒരുക്കി വെച്ചതെല്ലാം പിന്നെ എന്താണ്? പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. നിനക്ക് ഇതിൽ വല്ല നന്മയെ അനുഭവിപ്പാൻ സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കുക. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു തീരുമാനത്തോടെ പുതിയ ദിനത്തിലേക്ക് നമുക്ക് കടക്കാം, പുതിയ വർഷത്തിലേക്ക് നമുക്ക് കടക്കാം. കർത്താവേ, എന്നെ ഒരുക്കണമേ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്നെ ഒരുക്കിയെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 34:10 പറയുന്നുണ്ട്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരില്ല. ഹല്ലേലൂയ. ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. ഹല്ലേലൂയ. നമുക്ക് യഹോവയെ അന്വേഷിച്ച് ദൈവം മുമ്പാകെ വിശ്വസ്തരായി ജീവിക്കാൻ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. ദൈവിക വിഷയത്തിൽ നമുക്ക് സമ്പന്നരായി തീരുവാൻ ഇടയായി തീരാം. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കും. കർത്താവേ, എന്നെ ഒരുക്കിയെടുക്കണമേ, ഈ ദിനങ്ങളെല്ലാം എന്നിൽ നിന്ന് നഷ്ടമായി പോയി, നീ പുതിയ ദിനം, ഹല്ലേലൂയ, പുതിയ വർഷം എനിക്ക് തരുമ്പോൾ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്നെ എടുത്തു ഉപയോഗിക്കണേ അപ്പ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ തീരുമാനത്തോടെ അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന തീരുമാനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം, കൃപയിൽ നിർത്തണം. കർത്താവേ, അങ്ങയുടെ നാമത്തിന് വേണ്ടി കൂടുതൽ ഓടുവാൻ, അധ്വാനിക്കുവാൻ, അനേക ആത്മാക്കളെ നേടുവാനുള്ള കൃപ ഓരോ
മക്കളുടെ മേലും പകരണമേ. അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യേശുപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.